LDF കൺവീനർ TP രാമകൃഷ്ണൻ 24-നൊപ്പം ചേരുകയാണ്. നാളെ ജനവിധിയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണം 10 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. ഈ ഭരണകാലത്തുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച ലഭിക്കുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഈ ഒരു അന്തരീക്ഷം ശക്തിപ്പെട്ടു വന്നിരിക്കുന്നത് കേരള ഗവൺമെന്റ് നടത്തിയ സമാനതകളില്ലാത്ത വികസനം, ജനക്ഷേമ നടപടികളിൽ കേരളം തന്നെയാണ് ഇന്ത്യയിൽ മുൻപന്തിയിലുള്ളത്. അവസാനത്തെ പെൻഷൻ തുകയിലുള്ള വർധനവും കുടിശ്ശിക വിതരണം ചെയ്യലും ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് പൊതുവെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. ഈ അനുഭവങ്ങളെല്ലാം ജനങ്ങൾ മുമ്പിലുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഫലമായി അധികാര വികേന്ദ്രീകരണ രംഗത്തും ജനക്ഷേമ നടപടികളിലും ബഹുദൂരം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ജനക്ഷേമ നടപടികളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് നടപ്പിലാക്കുക. ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീ സംവിധാനവും ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ അതിദാരിദ്ര്യത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് നിശ്ചയിച്ച് അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പുള്ള അനുഭവമല്ലേ? ഇനി എന്താ ജനങ്ങളുടെ മുമ്പുള്ള പ്രശ്നം? കേവല ദാരിദ്ര്യം ഒഴിവാക്കണം. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ കഴിയാവുന്ന തൊഴിൽ വേണം വീട്ടിൻ്റെ പുറത്ത്. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വരുന്ന 5 വർഷം കൊണ്ട് 20 ലക്ഷം ആളുകൾക്ക്, സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പദ്ധതി ഗവൺമെൻറ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷ ഒരു നവകേരളം എങ്ങനെ പടുത്തുയർത്താം, ഇതിനെല്ലാം സഹായകരമായ നിലപാടാണ് ഈ ഭരണ നടപടികളിലൂടെ സ്വീകരിക്കുന്നത്. ഈ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ആ അനുഭവമുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ വലിയ തോതിൽ സ്വീകരിക്കും. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. കോഴിക്കോടിൻ്റെ ഒരു കേസ് എടുത്താൽ ഒഞ്ചിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് CPM-നെയും RMPയും UDF-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജിയസ് മത്സരം കൂടിയാണത്. ഒഞ്ചിയം എടുത്തു പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒഞ്ചിയത്തെ ഒരു ഒഞ്ചിയത്തെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ വ്യത്യാസത്തിനാണ് CPIM അവിടെ പരാജയപ്പെടാൻ ഇടവന്നത്. ഒഞ്ചിയം ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഈ നാടുവാഴിത്തത്തിനും ജന്മിത്വത്തിനും എതിരായ പോരാട്ടങ്ങളിലൂടെ രക്തസാക്ഷികളുണ്ടായ ഒരു മണ്ണാണ് ഒഞ്ചിയം. അത് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് ഭിന്നത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചു. അവർ അവിടെ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. അതിനെ അതിജീവിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM-ൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായി മുന്നേറ്റം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉളവാക്കാൻ പോകുന്നത്. അതൊരു ജനവികാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് ജില്ലയിലും വൻതോതിലുള്ള വിജയം കൈവരിക്കും എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. 42 ഗ്രാമപഞ്ചായത്തുകളാണ് ഇടതുപക്ഷ ജനാധിപത്യത്തോട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ളത്. അത് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് കോഴിക്കോട് ജില്ല മുന്നേറും എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. BJP-യുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് അവർ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുന്നേറ്റം അവർക്കുണ്ടാവുമെന്നൊരു അവകാശവാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. BJP മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട് സാധാരണ നിലയിൽ വ്യത്യസ്തമാണ്. അപ്പോൾ RSS സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള മതരാഷ്ട്രവാദികളാണ് കേന്ദ്രഭരണത്തിൻ്റെ നേതൃത്വം. മതരാഷ്ട്രവാദം എന്നത് തനി വർഗീയത തന്നെയാണ്. ആ വർഗീയത ഉയർത്തിപ്പിടിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ വർഗീയത ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ പരമാവധി ഭിന്നിപ്പിക്കുക, ആ ഒരു സമീപനമാണ് BJP സ്വീകരിച്ചു വരുന്നത്. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. കേരളത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ, ഈ ജന്മിത്വത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും സൃഷ്ടി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു പഴയകാല നിലയാണ്. അതിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം
നവോത്ഥാന മൂല്യങ്ങളിലൂടെ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിച്ചണിനിരത്താൻ ശ്രമിക്കുകയാണ്. ആ ഭിന്നതയ്ക്ക് സഹായകരമായ നിലപാടാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള രാഷ്ട്രീയത്തിൽ സ്വീകരിക്കുന്ന സമീപനം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾ വേർതിരിച്ചറിഞ്ഞ് ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ശക്തിക്ക് വേണ്ടി ജനങ്ങൾ നിലപാടെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി BJPക്ക് വേരോട്ടമുണ്ടാക്കാൻ കേരള രാഷ്ട്രീയത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ നാളെ വരുന്ന ജനവിധിയിൽ പ്രതിഫലിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം കോൺഗ്രസിൻ്റെ വികൃതമുഖം തെളിയിക്കുന്നതാണ്. അപ്പോൾ അതിൽ കോൺഗ്രസ് നേതൃത്വം ചാഞ്ചാട്ടത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം ഒഴിയണമെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കോൺഗ്രസിൻ്റെ ഈ നിലപാടിനോട് കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകൾ എതിർക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ വികൃത മുഖം അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സമീപനം ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകണം എന്ന സമീപനമാണ് LDF ഗവൺമെൻറ് സ്വീകരിക്കുക. LDF ഗവൺമെൻറ്റിൻ്റെ ബജറ്റുകളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ജെൻഡർ ബജറ്റാണ്. അപ്പോൾ അതെല്ലാം സാധാരണ നിലയിൽ സ്ത്രീകളുടെ ഇടയിൽ കേരളത്തിലെ ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, എല്ലാ വിഭാഗം ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം UDFന് പ്രതികൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക. അത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമാകും. മറ്റൊന്ന്, ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമയം നേരത്തെ എടുത്തതാണ് എങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞു, പ്രസ് മീറ്റ് പറഞ്ഞു, വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ലീഗിൻ്റെ ഒരു പ്രസൻസ്? ലീഗ് വളരെ അപകടകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. നഷ്ടപ്പെട്ടുപോയ അധികാരം തിരിച്ചു പിടിക്കാൻ ആരുമായിട്ടും കൂടുക എന്ന നിലപാടാണ് അവരെടുക്കുന്നത്. ഇപ്പം മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളാണ് ജമായത്തെ ഇസ്ലാമിയും SDPI. ഇവരോടെല്ലാം മാറിയും മറിഞ്ഞും സഖ്യമുണ്ടാക്കി മുമ്പോട്ട് പോകാനാണ് ലീഗ് ശ്രമിക്കുന്നത്. ലീഗ് ഈ വിഭാഗങ്ങളെയെല്ലാം UDFൻ്റെ പക്ഷത്ത് കൊണ്ടുവരാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ അറിവോടെയും നേതൃത്വത്തോടു കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാവി കേരളത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രതികൂലമാകും. അത് ജനങ്ങൾ തിരിച്ചറിയണം. ഈ വൈരുദ്ധ്യത്തെ, ഈ വികൃതമായ കൂട്ടുകെട്ടിനെ ജനങ്ങളിൽ തുറന്നു കാണിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ സാധാരണ മുസ്ലിം വിഭാഗങ്ങൾ ഉൾപ്പെടെ അവർ മതവിശ്വാസികളാണ്. മതവിശ്വാസികൾ ഒരിക്കലും വർഗീയ വിഭാഗം അല്ല. അതാണ് ഞങ്ങളൊരു നിലപാട്. അപ്പം അതുകൊണ്ട് അവർ മതനിരപേക്ഷ നിലപാടിലേക്ക് ഈ മതവിശ്വാസികൾ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഭാവി കേരളത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിനും അത് സഹായകരമാകും. ലീഗിൻ്റെ ഇന്നത്തെ നിലപാടിനെ തുറന്നെതിർക്കുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവരുടെ അണികളും അതിനെ എതിർക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നല്ലൊരു മുന്നേറ്റം നാളെ വരുന്ന ജനവിധിയിൽ ഉണ്ടാകുമെന്നാണ് LDF കൺവീനർ പറഞ്ഞത്. വിഷ്ണു കച്ചേരിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.